Hi, welcome to INOCYX. INOCYXിൽ INR ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഹോം പേജിൽ ഡെപ്പോസിറ്റ് എന്ന ബട്ടൺ ഉണ്ടാവും. ആ ഡെപ്പോസിറ്റ് ബട്ടൺ വൺസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ യെസ് ഓർ നോ ഓപ്ഷൻ ഉണ്ടാവും. ആ യെസ് ഓർ നോ ഓപ്ഷനിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നാമത്തെ ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ. ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് ബാങ്കിങ് മൂലം ചെയ്യുന്നതാണ്. നെറ്റ് ബാങ്കിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ SBI ഓർ ഇന്ത്യൻ ബാങ്ക് ആ ബാങ്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ് മൂലം നിങ്ങൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യുക. വൺസ് ബെനിഫിഷ്യറി ആഡ് ചെയ്താൽ നിങ്ങളുടെ മണി സെൻഡ് ചെയ്താൽ ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക്കായി വന്നിട്ട് വാലറ്റിൽ റിഫ്ലക്റ്റ് ആവും. അതേസമയം നിങ്ങൾക്ക് വന്ന് ട്രേഡ് ചെയ്യാനും പറ്റും. സെക്കൻഡ് ഓപ്ഷൻ UPI മെത്തഡ്. UPI മെത്തഡ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ വൺസ് UPI മെത്തഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ QR കോഡ് ഉണ്ടാവും. അതിന് താഴെ തന്നെ INOCYX UPI ID ഉണ്ടാവും. ആ UPI ID കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ ഫോൺ പേ അല്ലെങ്കിൽ GPay അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡെപ്പോസിറ്റ് എത്രയാണോ നിങ്ങൾ INOCYXിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ഡെപ്പോസിറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം വൺസ് നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത് ആ എമൗണ്ട് വൺസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ആ സ്ക്രീൻഷോട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ UTR നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ UPI ID ആൻഡ് ആൾസോ ടൈം ആൻഡ് ഡേറ്റ്. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എത്തിക്കണം. അവിടെ കറക്റ്റായി അപ്ലോഡ് ചെയ്യുക. അതിന് താഴെ ഐ ഹാവ് ട്രാൻസ്ഫർ എന്ന ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ വൺസ് ക്ലിക്ക് ചെയ്താൽ അതിന് താഴെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ സബ്മിറ്റ് ബട്ടൺ വൺസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് സക്സസ്ഫുള്ളി റിസീവ് ആവും. അതിനുശേഷം മാക്സിമം 1 to 2 hours നിങ്ങളുടെ ഡെപ്പോസിറ്റ് അപ്രൂവ് ആവുന്നതാണ്. താങ്ക് യു.